ഹെൽത്ത് റിസർച്ച് സ്കോളറിലേക്ക് സ്വാഗതം. മെഡിക്കൽ രംഗത്തെ നൂതന ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന ചാനലാണ് ഹെൽത്ത് റിസർച്ച് സ്കോളർ. കഴിഞ്ഞ തവണ നമ്മൾ ഇൻസിഡൻസ് റേറ്റ്സിനെ കുറിച്ചും പ്രിവലൻസ് പ്രാചുര്യത്തിനെ കുറിച്ചും സംസാരിച്ചു. ഇത്തവണ നമ്മൾ ഇൻസിഡൻസ് റേറ്റിൻ്റെ വേറൊരു തരത്തിലുള്ള ഇൻസിഡൻസ് റേറ്റുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അത് പേഴ്സൺ ടൈം റേറ്റ്സ് എന്ന് പറയും. അതായത് നമ്മൾ നേരത്തെ കണ്ട ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ രോഗമില്ലാത്തവരിൽ എത്ര പേർ രോഗികളായി മാറുന്നു എന്നുള്ളതിൻ്റെ അനുപാതമാണ്. നേരെ മറിച്ച് നമ്മൾ ഈ പേഴ്സൺ ടൈം റേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 10 പേരെ ഒരു 10 കൊല്ലം നമ്മൾ നിരീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അപ്പോൾ 10x10 100 പേഴ്സൺ ഇയേഴ്സ് എന്ന് പറയും. അതായത് ഒരു വ്യക്തിയെ ഒരു വർഷം നമ്മൾ പിന്തുടരുമ്പോൾ അത് ഒരു പേഴ്സൺ ഇയറായിട്ട് കണക്കാക്കും. അങ്ങനെ ഒരു 100 പേഴ്സൺ ഇയേഴ്സിൽ എത്ര പേർക്ക് രോഗം വന്നു എന്നതിൻ്റെ കണക്കാണ് നമ്മൾ ഇൻസിഡൻസ് റേറ്റ് അല്ലെങ്കിൽ പേഴ്സൺ ടൈം റേറ്റ്സ് എന്ന് പറയുന്നത്. അതായത് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ 100 മുതൽ അല്ലെങ്കിൽ 0 മുതൽ 1 വരെ ആണെങ്കിൽ അല്ലെങ്കിൽ 0 മുതൽ 100 വരെ ആണെങ്കിൽ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേഴ്സൺ ടൈം റേറ്റ് എന്ന് പറയുന്നത് 1-ൽ അധികമാകാം അല്ലെങ്കിൽ 100% അധികമാകാം. കാരണം ആ കാലഘട്ടത്തിനിടയ്ക്ക് എത്ര പേർക്ക് രോഗം വന്നു അതിനെ നമ്മൾ ഈ പേഴ്സൺ ടൈം ഓഫ് ഒബ്സർവേഷൻ കൊണ്ട് ഹരിക്കുമ്പോഴാണ് നമുക്ക് ഈ പേഴ്സൺ ടൈം റേറ്റ് കിട്ടുന്നത്. അപ്പോൾ ഹരിച്ച് കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുമാവാം. അതുകൊണ്ട് ആ ഒരു വ്യത്യാസം നമ്മൾ ഓർക്കണം. ഒന്നിൽ ഒതുങ്ങുന്നില്ല, 0 മുതൽ 1 അതിലൊതുങ്ങുന്നില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 10 പേരെ 2 വർഷം നിരീക്ഷിച്ചാൽ 20 പേഴ്സൺ ഇയേഴ്സ് നമുക്ക് കിട്ടുന്നു. 20 പേഴ്സൺ ഇയേഴ്സ് അല്ലെങ്കിൽ 240 പേഴ്സൺ മന്ത്സ് എന്ന് കണക്കാക്കാം. അതിനകം അത് പേഴ്സൺ ഇയേഴ്സ് ആയിട്ടോ പേഴ്സൺ മന്ത്സ് ആയിട്ടോ പേഴ്സൺ ഡേയ്സ് ആയിട്ടോ പേഴ്സൺ മിനിറ്റ്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് എത്ര സംഭവങ്ങൾ എത്ര പേർക്ക് രോഗം വന്നു എന്നുള്ളതിൻ്റെ കണക്കാണ് ഈ പേഴ്സൺ ടൈം ഇൻസിഡൻസ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൽ 2 പേർക്ക് അല്ലെങ്കിൽ 2 പേർക്ക് രോഗം വന്നെങ്കിൽ 2/20 × 100 20/100 പേഴ്സൺ ഇയേഴ്സ് 100 പേഴ്സൺ ഇയേഴ്സിൽ 20 പേർക്ക് വീതം രോഗം വന്നു. അത് ആ നിരക്കാണ്. എത്ര ഈ സമയത്തിനകം ഇതേ തോതിൽ എത്ര പേർക്ക് രോഗം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്കാണ് പേഴ്സൺ ഇയർ ഇൻസിഡൻസ് റേറ്റ് എന്ന് പേഴ്സൺ ടൈം ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പേഴ്സൺ ടൈം യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരെ മറിച്ച് നമ്മൾ പ്രാചുര്യവും ഇൻസിഡൻസ് പ്രൊപ്പോർഷനും ഒക്കെ പറയുമ്പോൾ അതിൽ യൂണിറ്റ് ഇല്ല. 0 മുതൽ 1 വരെ ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. പേഴ്സൺ മന്ത്സ് ആണോ പേഴ്സൺ ഇയേഴ്സ് ആണോ എന്നൊക്കെ ഉള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ 100 പേഴ്സൺ ഇയേഴ്സിൽ 20 എന്ന് പറയുന്നത് പേഴ്സൺ മന്ത്സിൽ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ 100 പേഴ്സൺ മന്ത്സിൽ 0.8 എന്ന് വരും. അപ്പോൾ അത് രണ്ടും 2 സംഖ്യകളാണ്. അപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഡോളറിൽ ഒരു കണക്ക് പറയുന്നതും രൂപയിലൊരു കണക്ക് പറയുന്നതും വരുന്ന വ്യത്യാസം പോലെ ഇത് രണ്ടും 2 യൂണിറ്റിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ അളക്കുന്നത്. അതുകൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ്. ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ ഇൻസിഡൻസ് റേറ്റ് ഇത് പേഴ്സൺ ടൈം റേറ്റ് ഇത് രണ്ടും ഇൻസിഡൻസ് അളക്കാനുള്ള അളവുകോലുകളാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒന്ന് ഉപയോഗിക്കും, വേറെ ചില സന്ദർഭങ്ങളിൽ വേറെ ഒന്ന് ഉപയോഗിക്കും. കൂടുതലായിട്ട് പറഞ്ഞാൽ ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ നമ്മൾ നേരത്തെ പഠിച്ച ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന 0 മുതൽ 1 അടങ്ങി നിൽക്കുന്ന എത്ര പേര് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് രോഗത്തിലേക്ക് കടന്നു എന്നുള്ളതിൻ്റെ അനുപാതം. അത് നമ്മുടെ റിസ്കിൻ്റെ ഒരു കണക്കാണ്. അതായത് ഒരു രോഗം വരാനുള്ള നമ്മുടെ സാധ്യത എത്രയാണെന്നുള്ളതിൻ്റെ അളവാണ് ഇൻസിഡൻസ് പ്രൊപ്പോർഷൻ. എന്നാൽ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് റിസ്ക്കുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധമില്ല. അത് കുറച്ചുകൂടി സങ്കീർണമായ ഒരു ബന്ധമാണ് അതിനുള്ളത്. അത് ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് നമുക്ക് പിന്നീട് കൂടുതൽ വിശദമായി പറയാം.